ചിലപ്പോൾ ഞങ്ങളുടെ തോന്നലാവാം. പക്ഷേ സാമുൽ മരിച്ചു വെറും 4 ദിവസമേ ആയിട്ടുള്ളൂ. അതിനുള്ളിൽ ലോക്കയും. ഒരു ജോലിക്കാരൻ എന്നതിനേക്കാൾ ഈ കുടുംബത്തോടും വിശ്വാസത്തോടും കൂടെ നിന്ന ആളായിരുന്നു ലോക്ക. സാമൂല് കുളത്തിൽ വീണ് മരിച്ചതും ലൂക്ക കോണിപ്പടിയിൽ നിന്നും കാലുതെറ്റി വീണ് മരിച്ചതും എനിക്കെന്തോ സ്വാഭാവികമായി തോന്നുന്നില്ല ഫാദർ. പ്രത്യേകിച്ച് കോണിപ്പടിയിലെ എണ്ണപ്പാടുകൾ. പിന്നെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫാദർ? നമുക്കെന്തെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടാവോ? നമ്മൾ കൊടുത്ത ബലി അവൻ സ്വീകരിച്ചിട്ടുണ്ടാവില്ലേ? വിട്ടിത്തം പറയാതിരിക്കെ. ബലി കൊടുത്ത ഒരു ആത്മാവും തിരികെ വരില്ല. നമ്മുടെ കാവൽ മാലാഖയിൽ വിശ്വസിക്കേ. ഈ വീട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഒന്നുകിൽ നമ്മുടെ നിർഭാഗ്യം കൊണ്ട് സംഭവിക്കുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ഈ വീടിനെ നാശം വിതയ്ക്കാൻ ആഗ്രഹിച്ച് പതിയിരുന്ന് ചെയ്യുന്നതാവാം. ആര്? ജൂഡുമായി സംസാരിക്കാറുണ്ടോ? ഉണ്ട്, പക്ഷെ ഒന്നും തലേ കയറുന്നില്ല. ശരിയാക്കാം. സമയമെടുക്കും. അതുവരെ അയാൾക്ക് നമ്മളോട് പകയുണ്ടാവാം. അതിരിക്കട്ടെ, അയാൾ മുറിയിൽ സുരക്ഷിതനാണോ? അതെ ഫാദർ, അവന്റെ മുറി എപ്പോഴും പുറത്തുനിന്ന് പൂട്ടിയിരിക്കുകയാണ്. ലൂക്കയാണ് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നത്. ആരെങ്കിലും പുറത്തുനിന്ന് തുറക്കാതെ അവനൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വീട്ടിൽ വേറെ ആരൊക്കെയാ പുറത്തുനിന്നുള്ളത്? ഇവിടെ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കാൻ ഒരു സ്ത്രീ ഉണ്ട്. അവര് വൈകുന്നേരം പോവും. പിന്നെയുള്ളത് അപ്പനെ നോക്കാൻ വന്ന ഹോം നേഴ്സാ. അവർക്ക് ആർക്കെങ്കിലും ജോഡി വീട്ടിലുള്ള അറിയോ? സാധ്യതയില്ല. ആരും അങ്ങനെ മുകളിലോട്ട് പോവാറില്ല. ഈ വീടിന് പുറത്തുള്ള ഒരാളും കുറച്ചു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഉടനെ ഒരു പ്രാർത്ഥനയ്ക്കുള്ള സമയം കുറിക്കണം. ആ വീട് മുഴുവൻ ജാഗ്രത കാണിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. പതുങ്ങിയിരിക്കുന്ന മരണത്തിന്റെ മണം ഫാദർ ഗബ്രിയേൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും. അന്ന, ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ ഒരു ഇടം വരെ പോവാണ്. ഒരു പ്രാർത്ഥനയുണ്ട്. അന്നെ ഒന്ന് വീട്ടിലോട്ട് പോക്കോ. വീട്ടിലെ നമ്പർ എന്നാ വിളിപ്പിക്കാം. ശരി. കയ്യിൽ ഇനി 2 രാത്രികൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഓരോരുത്തർക്കായി കാത്തിരിക്കാൻ പിന്നെ സമയമുണ്ടായിരുന്നില്ല. ഒരിക്കൽ കൂടി ജൂഡുമായി സംസാരിക്കുന്നത് പോലും അപകടമായേക്കാം. അതുകൊണ്ട് ഇനിയുള്ള ഏത് നീക്കവും ഒരു കലാശപ്പോരിനുള്ളതായിരിക്കണം. സംഭവിക്കുന്നത് എന്തെന്ന് ആ വീടോ വീട്ടുകാരോ അറിയും മുമ്പ് എല്ലാവരെയും കൊന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ ഉറപ്പിച്ചു.
നാമുഖാനുഗ്രഹാത്ഭുതലേ ദേവമർത്യാന്തകൻ ദാരികൻ വാഴ്കയിൽ രുദ്രക്രോധാഗ്നിയ സർവസംഹാരത കാളീ നീ രൂപമായി ദേവാസുര രണാങ്കണേ നിൽപ്പിത രൗദ്രയായി ശൈവാത്മജ തൃശൂലവും വാളുമായി വാൾ ചുഴറ്റി വേൽ തടുത്തു ഇടിവാൾ ചുഴറ്റി വേൽ തടുത്തു ശതകോടിയസ്ത്രം പെയ്തു വിണ്ണിൽ ശതകോടിയസ്ത്രം പെയ്തു വിണ്ണിൽ ജീവിതത്തിൽ ഒരിക്കലും ആലോചിക്കുക പോലും ചെയ്യാത്ത സാഹചര്യങ്ങളെ നേരിടുമ്പോഴും അതുവരെ ഇല്ലാത്തൊരു ധൈര്യവും ശക്തിയും ഞാൻ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം പ്ലാൻ പ്രകാരം നടന്നാൽ എൻ്റെ ജെസ്സിയെ ഒരു ദയയുമില്ലാതെ കൊന്നവരാരും നാളെ സൂര്യോദയം കാണില്ല എന്ന സന്തോഷം അത് മതിയായിരുന്നു എന്തിനും. അവിടെ വെച്ചേക്ക്. പക്ഷേ പഴുതുകളില്ലാത്ത പ്ലാനായിരുന്നു ഞങ്ങളുടേതെന്നത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. ഞാൻ ആരാണ് എന്ന ഒറ്റ ഉത്തരം കൊണ്ട് അതുവരെ ആ വീട്ടിൽ നടന്നതെല്ലാം അവർക്ക് പൂരിപ്പിക്കാമായിരുന്നു. നടപ്പിലാക്കാനുള്ള പദ്ധതികളെല്ലാം തുടക്കത്തിൽ ദയനീയമായി തകർന്നതറിയാതെ ഞാൻ അടുത്ത പടി കൂടെ കടന്നു.